വെൽക്കം ബാക്ക് അഗൈൻ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തേനിയിലാണ്. തേനിയിൽ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പം നമ്മൾ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ശരിക്കും തമിഴ് വായിക്കാറില്ല, അതൊരു പ്രശ്നത്തിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ പോകാനുള്ളത് പിന്നെ കോയമ്പത്തൂർ ബസ്സിൽ കയറണം, ഇല്ലെങ്കിൽ തിരുപ്പൂർ ബസ്സിൽ കയറണം. അപ്പം രണ്ട് ബസ്സും വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ എങ്ങനെ വന്നതെന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് പോകാൻ ഞാൻ നേരത്തേക്ക് ഏതാ ബസ്സുള്ളതെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന്. എന്നിട്ട് നമ്മൾ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയാണ് പോണത്. അപ്പം കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്ന് കമ്പത്തിനാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. കമ്പം ബസ് ഉണ്ടായിരുന്നു. 44 രൂപയാണ് ഒരാൾക്ക് കമ്പത്തിന് കട്ടപ്പന എന്ന് വരുന്നത് ചാർജ് വരുന്നുണ്ട്. കുറേ നാൾ കൂടിയാണ് ബസ്സിൽ കയറുന്നത്. നല്ല രസമുണ്ടായിരുന്നു, ആടി പോകുന്നതൊക്കെ കേട്ടോ. നമുക്ക് രണ്ട് വഴി കൂടെയാണ് നമുക്ക് കമ്പം പോകാൻ പറ്റുന്നത്. ഒന്ന് കമ്പംമേട്ട് വഴി, ഒന്ന് നമ്മുടെ കുമളി കമ്പം വഴി. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബസ് പോകുന്നത് കമ്പംമേട്ട് വഴിയാണ്. ഏറെക്കുറെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കമ്പംമേട്ട് ചെക്ക് പോസ്റ്റിനാണ്. ഇവിടെ നിന്നാണ് നമുക്ക് തമിഴ്നാട് കേരള ബോർഡർ വരുന്നത്. ഈ നിൽക്കുന്നവരൊക്കെ കമ്പം പോകാനുള്ളവരാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി തമിഴ്നാട്ടിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കമ്പമാണ് പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ മിക്കപ്പോഴും കമ്പത്തിന് ചായ കുടിക്കാനൊക്കെ പോകാറുണ്ട്. അവിടെ അതുപോലെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നമുക്ക് ആ താഴോട്ട് പോകുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് നിങ്ങളെ വിഷ്വൽസും കാര്യങ്ങളും കാണിക്കാം. നമ്മൾ ബസ്സിലായതുകൊണ്ട് ഒരുപാട് അങ്ങനെ കാണിക്കാൻ പറ്റില്ലെങ്കിൽ ചെറുതായിട്ട് കാണിക്കാം. 18 ഹെയർ പിൻസാണ് വരുന്നത് കേട്ടോ നമ്മുടെ കമ്പത്തിലേക്ക് പോകുമ്പോഴത്തേക്ക്. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോട്ട്സ് മാത്രമേ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ ഫുള്ളും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വിസിബിലിറ്റി കുറവാണ്. അതുപോലെ തന്നെ ബസ്സായതുകൊണ്ട് ബസ്സുകാരെ നിർത്തില്ലല്ലോ, അവരിങ്ങനെ കണ്ടിന്യൂസായിട്ട് പോയിക്കൊണ്ടിരിക്കില്ല. അതുകൊണ്ട് അധികം ഷോട്ട്സ് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഏറെക്കുറെ നമ്മൾ കമ്പം ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. കമ്പം ടൗണിൻ്റെ ഒരു എൻട്രൻസ് പോലത്തെ ഒരു വഴിയാണിത്. നമ്മൾ കമ്പം ടൗണിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകണം കമ്പം ബസ് സ്റ്റാൻഡിലേക്കാണ്. അപ്പോൾ നമ്മൾ കമ്പം ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയ ഉടനെ തന്നെ നമുക്ക് തേനിക്കുള്ള ബസ് കിട്ടും. നമ്മുടെ അടുത്ത് പോകുന്നത് തേനിന്നാണ് നമുക്ക് മെയിൻ ബസ് കിട്ടുന്നത്. എനിക്ക് തേനിയിൽ നിന്നൊരു 6-7 മണിക്കൂറത്തെ യാത്രയുണ്ടായി. അപ്പം ഞാൻ കമ്പം ബസ്സിൽ കയറി അത്യാവശ്യം തമിഴ് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ആരോടെയാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് തമിഴ് വായിക്കാൻ അറിയത്തില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് നന്നായിട്ട് നേരിട്ടിട്ടുണ്ട്. കമ്പത്ത് നിന്ന് തേനിക്ക് RNTC ചാർജ് ചെയ്യുന്നത് 31 രൂപയാണ്. RNTC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ നമ്മുടെ KSRTC സർക്കാരിൻ്റെ വണ്ടി. RNTC 31 രൂപയാണ് എനിക്ക് ചാർജ് ചെയ്തത്. ഞാൻ 40 രൂപ ആൾക്ക് കൊടുക്കുകയും ചെയ്തു. ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആൾ 9 രൂപ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നും പറഞ്ഞു. പക്ഷേങ്കിൽ ആൾ ഓരോ വട്ടം വരുന്നവരും ഞാൻ പൈസ ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ആളെ നോക്കും. പക്ഷേ ആൾ മൈൻഡ് ചെയ്യാണ്ട് പോകും. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പം വേറെ 2 പേര്, ഒരു ചേട്ടനും ചേച്ചിയും എൻ്റെ ഓപ്പോസിറ്റ് വന്നിരുന്നു. അവർക്ക് ബാലൻസ് 30 രൂപ കിട്ടിയില്ല എന്ന് അവർ പറയുന്നു. പക്ഷേ കൊടുത്തു എന്ന് കണ്ടക്ടർ പറയുന്നു. അതിൻ്റെ പേര് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കണ്ടപ്പം എനിക്ക് മനസ്സിലായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴിൽ നന്നായിട്ട് സംസാരിക്കുന്നവർ തന്നെ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നമായി. ശരിക്കും തമിഴ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയത്തില്ലാത്ത ഞാൻ 9 രൂപയുടെ കാര്യത്തിന് സംസാരിച്ച് വെറുതെ പ്രശ്നമാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ 9 രൂപ അവിടെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് ചൂടിനൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അറിയാലോ, തമിഴ്നാട്ടിൽ നല്ല ചൂടാണ്. അങ്ങനെ പോയി നമ്മൾ ലാസ്റ്റ് നമ്മുടെ ബസ് സ്റ്റാൻഡായിട്ടുള്ള തേനി ബസ് സ്റ്റാൻഡിലോട്ട് എത്തി കേട്ടോ. തേനി ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രൻസിലോട്ടാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ ഈ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേനും ഒരു കേരള വണ്ടി കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അതാണ് പ്രത്യേകിച്ച് നമ്മൾ അവിടെ ബസ് സ്റ്റാൻഡിലോട്ട് കയറിയപ്പം നമ്മുടെ 2 KSRTC കൊണ്ടിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇവിടെ ഒരു തിരുപ്പൂർ ബസ് കിടപ്പുണ്ട്. പക്ഷേ അവർ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് അവർ എങ്ങോട്ടുള്ളതെന്ന് പറയില്ല, ബോർഡും വെച്ചിട്ടില്ല. അപ്പം കുറേ പേര് കയറണൊക്കെ ഉണ്ട്. നമ്മളാകെ മൊത്തത്തിൽ പെട്ടിക്കുക കേട്ടോ. ഇല്ലല്ലോ, ആ സമയത്തിൽ നമുക്ക് ബസ് കിട്ടി. അപ്പം നമുക്ക് കോയമ്പത്തൂർ ബസ് കിട്ടിയേക്കണേ. നമ്മൾ ഇറങ്ങേണ്ടത് പല്ലടം എന്ന സ്ഥലത്ത് ഇറങ്ങണ്ടേ. അപ്പം നിലവിൽ കയറിയിട്ടുണ്ട്, സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പോകുന്ന രീതിയിലുള്ള കാഴ്ചകൾ കാണാം. അതുകൂടെ 4-5 മണിക്കൂറത്തെ യാത്രയുണ്ട്.
നമ്മളെന്തിനാണ് പോണേ, എത്ര ദിവസം ഉണ്ടാവും, എന്താ കാര്യങ്ങളെന്നൊക്കെ പോകുന്ന വഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോകും. ഇതൊരു ബസ് സ്റ്റാൻഡിൽ കയറിയപ്പോൾ കണ്ടാണ്. ഇതെന്ത് സംഭവമാണെന്ന് ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് ആർക്കെല്ലാം അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? ഇടിവെട്ടിവനെ പാമ്പ് അടിച്ച അവസ്ഥയാണ്. കാരണം ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോസാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഗോപ്രോയിൽ കുറേ വീഡിയോസും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതെല്ലാം പോയിട്ടുണ്ട്. കാരണം നമ്മുടെ മെമ്മറി കാർഡ് സപ്പോർട്ടാണുള്ള. ഐ തിങ്ക് മെമ്മറി കാർഡ് അടിച്ചു പോയി ഗൈസ്. ഇങ്ങനെ മെമ്മറി കാർഡ് പോയതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എൻ്റെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തു വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അത് നോർമലി ഉള്ളതാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, റെക്കോർഡ് ചെയ്ത് വന്നിരുന്നൊരു മെമ്മറി കാർഡ് പെട്ടെന്ന് നമ്മൾ ഗോപ്രോ ഓണാക്കിയപ്പോൾ സപ്പോർട്ടാവുന്നില്ല. പിന്നെ അതിനെ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എൻ്റെ കയ്യിൽ അഡീഷണൽ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. നമ്മളതിട്ട് വീണ്ടും വീഡിയോസും വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. അല്ലാണ്ട് പോയതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ നമ്മൾ വീണ്ടും വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ തുടങ്ങി. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഗോപ്രോയിലായിരിക്കും കൂടുതൽ വീഡിയോസ്. എനിക്ക് എത്തേണ്ട സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുപ്പൂറാണ് കേട്ടോ. തിരുപ്പൂരിലൊരു സൈഡിലോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അത് എന്താണെന്ന് ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. അപ്പം എനിക്ക് പോകാൻ വേണ്ടി 2 വഴിയാണുള്ളത്. ഒന്ന് കോയമ്പത്തൂർ ബസ് കയറുക, ഇല്ല തിരുപ്പൂർ ബസ് കയറുക. തിരുപ്പൂർ ബസ് കയറുകയാണെങ്കിൽ വർക്ക് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ധാരാപുരമാണ്. അപ്പം അല്ലെങ്കിൽ കോയമ്പത്തൂർ ബസ്സിലാണെങ്കിൽ പള്ളടത്ത് ഇറങ്ങിയിട്ട് എനിക്ക് തിരുപ്പൂരിനുള്ള ബസ്സിന് കയറണം. അങ്ങനെ ഞാൻ കയറിയത് കോയമ്പത്തൂർ ബസ്സിലായിരുന്നു. കോയമ്പത്തൂർ ബസ്സിൽ നിന്ന് പല്ലടം ടിക്കറ്റ് എടുത്താണ് ഞാൻ പോയത്. ഏറെക്കുറെ ഒരു 6:30 ആയപ്പോഴത്തേക്കാണ് ഞാൻ പള്ളടം എത്തിയത്. പള്ളടത്ത് നിന്ന് അടുത്ത ബസ് പിടിച്ചാണ് ഞാൻ തിരുപ്പൂർ എത്തിയത്. തിരുപ്പൂർ എത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ പിന്നെയുണ്ട് സൈറ്റിലേക്ക്. അപ്പോൾ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. ഏറെക്കുറെ കറക്റ്റ് പറയുകയാണെങ്കിൽ 4.4 കിലോമീറ്ററിനടുത്ത് കണ്ട് ധാരാപുരത്തിനുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ മാപ്പിട്ടാണ് പോയത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോയത്. നമ്മൾ തിരുപ്പൂർ അടുത്ത് കേട്ടോ. അപ്പം ചേട്ടായോട് ഞാൻ വിളിച്ചിട്ട് ലൊക്കേഷൻ മേടിച്ചിട്ടുണ്ട്. ചേട്ടാ അവിടുത്തെ പരിപാടി കഴിഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. സമയം ഇപ്പം 5:50 ആയതുള്ളൂ. നമ്മളിപ്പോൾ ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. ഹലോ, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പം ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടത് നമ്മൾ തിരുപ്പൂർ വരുന്നതാണ്. അപ്പം അതേ നമ്മൾ റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി. രാവിലെ ഇവിടെ ചെറിയൊരു പരിപാടിയേ ഉള്ളൂ കേട്ടോ. ഈ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാംഗ്ലൂർ പോകും. അപ്പോൾ അതേ ഇതാണ് അലക്സയുടെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോകും. ഇവിടെ ചെറിയ പരിപാടിയുള്ളൂ. ഇത് ചേട്ടൻ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് വന്നല്ലേ ചേട്ടൻ 3 ദിവസം മുമ്പ് വന്ന് ഇവിടുത്തെ വർക്ക് കാര്യങ്ങളെല്ലാം തീർത്തു. ഇവിടെ ഒരു ചെറിയൊരു വർക്കും കൂടെ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് നമ്മൾ ബാംഗ്ലൂർക്ക് പോകും. ഇവിടെ വേറെ വർക്കൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ടൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാമിലിക്ക് ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നേരെ വീഡിയോയിലേക്കോ, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ. അവിടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിന്ന് നേരെ സൈറ്റിലേക്ക് പോകണം. തൊട്ടടുത്ത് തന്നെയാണ് തറായി. ാണ് നമ്മൾ പണിയാൻ വന്ന ഹിറ്റാച്ച് കേട്ടോ. ടാറ്റ ഹിറ്റാച്ച്. ഇതിൻ്റെ പണിയെല്ലാം തീർന്ന കേട്ടോ. ഒന്ന്
കാണണം, കണ്ടാൽ മാത്രമേ തന്നെ സാധനം ഊത്തപ്പോ. അലക്സേട്ടെ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ കേട്ടോ വർക്ക് ചെയ്യണത്. അലക്സേട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എക്സ്കവേറ്ററും സർവീസ് ചെയ്യുന്ന ആളാണ്. അതായത് ഒരാൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ എക്സ്കവേറ്റർ ആയിരിക്കും. മേ ബി നമ്മൾ പറയുന്ന ഹിറ്റാച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെയാണ്, അത് മാത്രം സർവീസ് നിന്ന് തരും. പക്ഷേ അലക്സേട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും ഏത് എക്സ്കവേറ്റർ ആണെങ്കിലും അതിൻ്റെ ഹൈഡ്രോളിക് സംബന്ധമായിട്ടുള്ള എല്ലാ കംപ്ലയിൻസും അറ്റൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ ഇങ്ങനെ ചെയ്യുന്നവരുടെ എണ്ണം കുറവായതുകൊണ്ട് അലക്സേട്ടയ്ക്ക് ഓൾ ഇന്ത്യയിൽ ഫുള്ളായിട്ട് തന്നെ കോൾസും കാര്യങ്ങളും അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അലക്സേട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് നെയ്ബറാണ്, അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അലക്സേട്ടയായിട്ട്. അപ്പം അലക്സേട്ടായി എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കറങ്ങുകയും ചെയ്യാം, അതുപോലെ വീഡിയോ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അലക്സേട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ അലക്സേട്ടയ്ക്ക് മേ ബി ഡെസ്റ്റിനേഷനിലേക്ക് ഒരു നേരെ റൂട്ടിൽ പോവുകയാണെങ്കിൽ ഒരു 50 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷേങ്കിൽ ഒരു 70 കിലോമീറ്റർ കറങ്ങി വരികയാണെങ്കിൽ അവിടെ ഒരു നല്ല വ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നല്ല വൈബുള്ള സ്ഥലമാണെങ്കിൽ ആ 70 കിലോമീറ്ററെ അലക്സേട്ട ചൂസ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു വൈബുള്ള മനുഷ്യനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റിയൊരു വേവ് ലെങ്ത് ആയത് എന്നല്ലെങ്കിൽ നമ്മുടെ സെയിം വേവ് ലെങ്ത് ആയതുകൊണ്ട് അലക്സേട്ടയുടെ കൂടെ കൂടാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തത്. ഞാൻ പിന്നെ ഫുൾ ടൈം ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കാരണം ഇങ്ങനെ ചോദിച്ചാണല്ലോ അതിനെക്കുറിച്ചൊരു അറിവുണ്ടാവുക. ഞാനതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അലക്സേട്ട എല്ലാത്തിനും അതിൻ്റെതായിട്ട് പറഞ്ഞു തരും കേട്ടോ. നമുക്ക് പിന്നെ ഈ വണ്ടി ഫീൽഡ് ആയതുകൊണ്ട് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ അലക്സേട്ടയോടെ ഹെൽപ്പറായിട്ട് നടക്കുന്നു. അതാണിപ്പം നമ്മുടെ പുതിയ ചോദ്യം. നമ്മളിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽവി എർത്ത് മൂവേഴ്സ് തിരുപ്പൂരിലാണ്. അവർക്ക് ഒരുപാട് ഹിറ്റാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ 10-20 അടുത്ത് കണ്ടോ എക്സ്കവേറ്റർ കാര്യങ്ങൾ. ഹിറ്റാച്ചി അല്ല കേട്ടോ, നമ്മൾ പെട്ടെന്ന് വായിലങ്ങനെ വരുള്ളൂ. എക്സ്കവേറ്റർ 10-20 കണ്ടെടുത്തുണ്ട്. അതുപോലെ ലോറികളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ കുറേ വണ്ടികളും കാര്യങ്ങളുള്ള വലിയൊരു കമ്പനിയാണ്. അപ്പം ഇവരുടെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ തന്നെയാണ്. അതായത് ഹൊസൂറിൽ ഒരു സൈറ്റിൽ ഇവരുടെ കുറേ 10-11 വണ്ടികളുടെ അടുത്ത് ഓടുന്നുണ്ട്. അതായത് എക്സ്കവേറ്റർ ഹിറ്റാച്ചിന്ന് പെട്ടെന്ന് വായി വരുന്നുള്ളൂ കേട്ടോ. അപ്പം അതിന് കുറച്ചെണ്ണത്തിന് കംപ്ലയിൻ്റ് ഉണ്ട്. അത് നോക്കാൻ വേണ്ടിയായിരിക്കും നമ്മുടെ അടുത്ത് പോണേ. ഈ സെൽവി എർത്ത് മൂവേഴ്സിൻ്റെ മെയിൻ മെക്കാനിക്കുകളിൽ ഒരാളാണ് ഈ നമ്മുടെ അലക്സേട്ടെ. മെക്കാനിക്ക് എന്ന് പറഞ്ഞിട്ട് അലക്സേട്ടെ ഫ്രീലാൻസറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അലക്സേട്ടനെ വിളിക്കും. ഇവരുടെ വണ്ടികളുടെ ഹൈഡ്രോളിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നോക്കണത്, കംപ്ലയിൻറ്റ്സ് എല്ലാം നോക്കണത് അലക്സേട്ടയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലക്സേട്ടെ വർഷങ്ങളായിട്ട് ഇവരുടെ കൂടെ നിന്ന് ചെയ്ത് അവർക്ക് അത്രത്തോളം വിശ്വാസവും അല്ലെങ്കിൽ അത്ര ക്ലിയർ ആയിട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അലക്സേട്ടനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്തായാലും അലക്സേട്ടയുടെ നമ്പർ മുകളിൽ കൊടുത്തേക്കാം. അലക്സേട്ടനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് വരുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അലക്സേട്ടായിട്ട് തന്നെ നിങ്ങൾ സംസാരിച്ചോ കേട്ടോ. എനിക്ക് അതിൽ കൂടുതൽ ആധികാരികമായി പറയാനൊന്നും അറിയത്തില്ല. പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ പ്രൊമോഷനോ അല്ല, ജസ്റ്റ് ഞാൻ അലക്സേട്ടനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ആൾക്കൊരു വർക്ക് കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പം നിങ്ങൾക്കും നല്ലൊരു നിങ്ങളുടെ തീരാതിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടികൾക്ക് തീരാതിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായാലോ. അപ്പം എന്തായാലും ബാക്കി വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. ചെക്ക് ചെയ്യോ കേട്ടോ. പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അവർക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഓടിക്കണം. ഞങ്ങൾ വെൽഡിങ് കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നേരെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് നേരെ ബാംഗ്ലൂർ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് എന്തായാലും പുതിയ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. എന്തായാലും നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.